നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 മിഥുനമാസം 30-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 14-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:13, അസ്തമയം വൈകിട്ട് 6:47. രാഹുലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ആ 1.5 മണിക്കൂർ സമയം ചെയ്യാറില്ല. ഷോപ്പിൻ്റെ ഉദ്ഘാടനമായാലും വിവാഹ നിശ്ചയമായാലും വിവാഹ തീരുമാനമായാലും രാഹുകാലത്തെ നാം പലപ്പോഴും എന്ത് ചെയ്യും? നാം അവോയ്ഡ് ചെയ്യും. അപ്രകാരമാണ് ഗുളിക കാലവും. ഇന്ന് ഉച്ചയ്ക്ക് 3:15 വരെ കറുത്ത വാവാണ്. അതിനാൽ പിതൃതർപ്പണത്തിന് ഇന്നത്തെ ദിനം ഏറ്റവും നല്ലതാണ്. പിതൃക്കളുടെ ബലി തർപ്പണം ചെയ്യുക, ഇതിനൊക്കെ ഏറ്റവും നല്ല ദിനമാകുന്നു കറുത്ത വാവ്. അതിനാൽ പിതൃകർമ്മത്തിന് ഏറ്റവും നല്ലതാണ്. ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുവാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുക എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പുണർദം നക്ഷത്രമാണ്. മോക്ഷം നൽകുന്ന ശ്രീരാമസ്വാമി, മഹാവിഷ്ണുവിൻ്റെ അംശമായ ശ്രീരാമസ്വാമി, അദ്ദേഹത്തിൻ്റെ നക്ഷത്രം കൂടിയാണ് പുണർദം നക്ഷത്രം. അതിനാൽ രാമേശ്വരത്തൊക്കെ ഈ കർത്തവാവിന് ഇന്നത്തെ ദിനം അങ്ങേയറ്റം തിരക്കുണ്ടാകും. കാരണം അവിടെ ശ്രീരാമസ്വാമിയാണ് നിങ്ങൾക്കെല്ലാം തരുന്നത്. അവിടുത്തെ കുളങ്ങളിൽ കോരി കുളിക്കുന്നൊരവസ്ഥ, ധാരാളം വെള്ളം കൊണ്ട് കുളിക്കുന്നൊരവസ്ഥ, എന്നിട്ട് കടപ്പുറത്ത് പിതൃതർപ്പണം ചെയ്യുക വലിയൊരു അനുഭൂതിയാണ്. രാമേശ്വരത്ത് പോയി പിതൃതർപ്പണം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും കൂടി രാമേശ്വരത്ത് പോയിരുന്നു. അവിടെ തീർത്ഥക്കുളിലൊക്കെ കൊണ്ട് അവരുടെ ദേഹത്ത് വെള്ളമൊഴിപ്പിച്ച് അതിനു വേണ്ട ആളുകളൊക്കെ ചട്ടം കെട്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഒരു വലിയ അനുഭവമായിരുന്നു രാമേശ്വരത്തെ പിതൃ ബലി എന്നെ സംബന്ധിച്ചോളം. പ്രീത പ്രേത സ്വമീബിർ വിദതി സകലാഹ സമ്പദ സന്തതിസ്തി. എല്ലാ സമ്പത്തും എല്ലാ ഐശ്വര്യം മക്കൾക്കും പ്രദാനം ചെയ്യും പിതൃക്കൾ ഇഷ്ടപ്പെട്ടാൽ. അതിനാൽ പിതൃകർമ്മം ചെയ്യുന്നതിന് പ്രധാന ഉദ്ദേശം അതാണ്. ഇന്ന് മലയാളികൾക്ക്, ഹിന്ദുക്കൾക്ക് വളരെയധികം ആ വിഷയത്തിൽ ബോധമുണ്ട്. ഇന്നെല്ലാവരും പിതൃകർമ്മം ചെയ്യുന്നു. ഒരു വലിയൊരു വിഷയത്തിലുള്ളൊരു പരിജ്ഞാനം ഹൈന്ദവ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. സാധാരണ മഹാവിഷ്ണു സങ്കേതത്തിലാണ് മോക്ഷത്തിന് നല്ലത്. ഇവിടെ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നവരുണ്ട് ധാരാളം പേര്. ത്രംബകേശ്വർ, നാസിക്കിലൊക്കെ വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ് പിതൃതർപ്പണം ചെയ്യുന്നത്. ശിവനാണ്, ത്രയംബകേശ്വരനാണ്. അപ്രകാരം തിരുവനന്തപുരത്തുള്ള തിരുവല്ലം ആരാണ്? അവിടെ പരശുരാമരാണ് പ്രതിഷ്ഠ. അപ്രകാരം തന്നെ മീനൂട്ടുന്നൊരു വഴിപാടുണ്ട്, മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന വഴിപാട് മീനൂട്ട്. അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നാം മീനൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തന്നെ ആ ഇന്നസെൻസ് ആയ നിഷ്കളങ്കരായ മത്സ്യങ്ങൾ ഭക്ഷിച്ചാൽ നമ്മൾ മീനൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദോഷങ്ങളും തീരും. അത് വലിയൊരു വഴിപാടാണ് മീനൂട്ട്. അത് ചെയ്താൽ വളരെ ഗുണമാണെന്നറിയുക. ഇവിടെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ മാമാനത്തമ്പലത്തുണ്ട്. മീനൂട്ട് നമുക്ക് ചെയ്യാം. അവിടെ പൊരിയൊക്കെ നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം. നല്ലൊരു അനുഭവമാണ്. അപ്രകാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാണാം. പിന്നെ തൃപ്പയാറുണ്ട് മീനൂട്ട്. തൃപ്പയാർ ക്ഷേത്രത്തിൽ അവിടെ കൊടുക്കാറുണ്ട്. നന്ദി, നമസ്തേ.